JEE മെയിൻ phase 1 January 23 ഷിഫ്റ്റ് 2 കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുന്നു. 19ാമത്തെ ചോദ്യം. രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകളാണ് ശരിയെന്നാണ് ചോദ്യം. ചാപ്റ്റർ മെയിൻലി ചോദിച്ചിരിക്കുന്നത് അമൈൻസിൻ്റെ ബേസ് ചെയ്തുകൊണ്ടാണ്. അമൈൻസിൻ്റെ ബേസ് ചെയ്തുകൊണ്ടാണ് മേജർലി ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. നോക്കാം. നോക്കിയേ, ബെൻസീൻ റിങ്ങിൻ്റെ മുകളിൽ ഓർത്തോ പൊസിഷനിൽ രണ്ട് NH2 ഗ്രൂപ്പ്. ഈ കോമ്പൗണ്ട് ഉണ്ടാക്കാൻ പറ്റും ഈ തന്നിരിക്കുന്ന മോളിക്യൂളിൽ നിന്ന് വിത്ത് സിമ്പിൾ റിയേജൻസ് ഇൻ ദ ഓർഡർ. ഈ ഓർഡറിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് കിട്ടും. അത്ര നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. ഇതാ നമ്മുടെ സ്റ്റാർട്ടിംഗ് റിയാക്ടർ എന്ന് പറയുന്നത് ബെൻസീൻ റിങ്ങിൻ്റെ മുകളിൽ അടുത്തടുത്ത ലൊക്കേഷനിൽ രണ്ട് പ്രൊപ്പൈൽ ഗ്രൂപ്പുകളുണ്ട്. പ്രൊപ്പൈൽ ഗ്രൂപ്പുകൾ ഇതിനെ ഞാൻ ആദ്യമേ ട്രീറ്റ് ചെയ്യുന്നത് KMnO4 ആയിട്ടാണ്. KMnO4 ഇൻ അസിഡിക് മീഡിയം. അപ്പോൾ എന്ത് പറ്റുമെന്നറിയോ, സൈഡ് ചെയിൻ്റെ ലെങ്ത് എത്ര വേണമെങ്കിലും ആയിക്കോട്ടെ, ഇറസ്പെക്റ്റീവ് ഓഫ് ദ ലെങ്ത് ഓഫ് സൈഡ് ചെയിൻ ഈസ് കൺവേർട്ടഡ് ഇൻറ്റു കാർബോക്സിലിക് ആസിഡ്. അപ്പോൾ ഇവിടെയും COOH വരും, ഇവിടെയും COOH വരും. ശേഷം ഞാൻ അമോണിയ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ഹീറ്റ് ചെയ്യുന്നില്ല. അമോണിയ ആയിട്ട് ട്രീറ്റ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എന്തായി മാറുമെന്നറിയോ, ദിസ് വിൽ ബി കൺവേർട്ടഡ് ഇൻറ്റു അമൈഡ്. സോ ഇവിടെ നമുക്കൊരു അമൈഡ് ഉണ്ടാവും, CONH2, ആൻഡ് ഇവിടെയും CONH2. ശേഷം ഞാൻ പറയുന്ന നോക്കിയേ, തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ബ്രോമിൻ ആൻഡ് ആൽക്കലി. ബ്രോമിൻ ആൻഡ് ആൽക്കലി എന്ന് പറഞ്ഞ റിയാക്ഷൻ എന്താണെന്നറിയോ, ഹോഫ്മാൻ ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ റിയാക്ഷനാണ്. അതുകൊണ്ടാണ് സ്പെസിഫിക്കലി ബ്രോമിൻ തന്നെ പറഞ്ഞത്, ഹോഫ്മാൻ ബ്രോമമൈഡ്. അപ്പോൾ എന്ത് പറ്റും, CO ഗ്രൂപ്പ് പോവുകയും NH2 ഗ്രൂപ്പ് മാത്രമായിട്ട് നിൽക്കുകയും വരും. സോ ഇവിടെ ഒരു NH2 വരും, ഇവിടെ NH2 വരും. ഡീഗ്രഡേഷൻ റിയാക്ഷനാണ് ഇവിടെ നടക്കുന്നതെന്നുള്ള കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ നോക്കിയേ, ഈ കാണുന്ന സീക്വൻസിൽ ഈ മൂന്ന് റിയേജൻറ്റുകളെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതാ ഈ കിട്ടുന്ന കോമ്പൗണ്ട് ശരിയല്ലേ? ശരിയാണ്. സോ ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ. രണ്ടാമത്തത്, ഈ കാണുന്ന കോമ്പൗണ്ടിനെ ഇങ്ങനെ കൺവേർട്ട് ചെയ്യാൻ ഈ കാണുന്ന ഓർഡറിൽ റിയേജൻറ്റുകളെ ട്രീറ്റ് ചെയ്താൽ മതി. ഇത്ര നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മുടെ സ്റ്റാർട്ടിംഗ് റിയാക്ടൻ്റ് ആരാ? ഹൂ ഇസ് എ സ്റ്റാർട്ടിംഗ് റിയാക്ടൻ്റ് ഹിയർ? ഇവിടെ നമ്മുടെ സ്റ്റാർട്ടിംഗ് റിയാക്ടൻ്റ് എന്ന് പറയുന്നത് പാരാറ്റൊളുഡീനാണ്. CH3 ഗ്രൂപ്പ്, പാരയിൽ NH2. ആദ്യമേ ഞാൻ ആരായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് ടൈം ട്രീറ്റിംഗ് വിത്ത് ബ്രോമിൻ വാട്ടർ. ബ്രോമിൻ വാട്ടറുമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം NH2 ഗ്രൂപ്പ് ഹൈലി ആക്ടിവേറ്റിംഗ് ആണ്, ഓർത്തോ പാര ഡയറക്റ്റിംഗ് ആണ്. പക്ഷേ NH2ൻ്റെ പാരയിൽ ഓൾറെഡി CH3 ഉണ്ട്. അപ്പോൾ ഇവിടേക്ക് ഇനി ആർക്ക് വരാൻ പറ്റില്ല? ബ്രോമിൻ വരാൻ പറ്റില്ല. പക്ഷേ രണ്ട് ഓർത്തോ ലൊക്കേഷൻ ഫ്രീ ആണ്, അവിടേക്ക് ആര് വരും? ബ്രോമിൻ വരും. സോ ഈ CH3 മാറില്ല. NH2ൻ്റെ രണ്ട് ഓർത്തോ ലൊക്കേഷനിൽ BR വരും. NH2ൻ്റെ ഓർത്തോ ലൊക്കേഷനിൽ മാത്രം BR വരും. ആ ഭാഗം കംപ്ലീറ്റ്ലി ഓക്കെയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, NH2 ഹൈലി ആക്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഓർത്തോ പാര ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്. ബ്രോമിൻ NH2ൻ്റെ ഓർത്തോ പാരയിൽ പോകും. NH2ൻ്റെ പാര ഓൾറെഡി ഒക്യുപ്പൈഡ് ആണ്. ബാക്കിയുള്ള രണ്ട് ഓർത്തോ പൊസിഷനിൽ ബ്രോമിൻ വരും. ശേഷം NaNO2 ആൻഡ് HCl ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഡയസോണിയം സോൾട്ട് ഫോം ചെയ്യില്ലേ? NaNO2 ആൻഡ് HCl ഡയസോണിയം സോൾട്ട് ഫോം ചെയ്യും. ഡയസോണിയം സോൾട്ട് ഫോം ചെയ്യുന്ന സമയത്ത് ഇവിടെ CH3, ഇവിടെ BR, ഇവിടെ N2Cl ആവും, ഡയസോണിയം സോൾട്ട് ആവും. ശേഷം നമ്മൾ H3PO2 ആയിട്ട് ട്രീറ്റ് ചെയ്തു. H3PO2 ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റും? ഈ N2Cl ഗ്രൂപ്പ് അവിടെ നിന്ന് പോകുന്നു, പകരം അവിടെ ഹൈഡ്രജൻ വരും. സോ നമ്മുടെ CH3 ഗ്രൂപ്പ് അങ്ങനെ തന്നെ ഉണ്ടാവും. ഇവിടെ ഒരു BR, ഇവിടെയും ഒരു BR ഉണ്ടാവും. ഇവിടുത്തെ N2Cl ഗ്രൂപ്പ് കംപ്ലീറ്റ് ആയിട്ട്, ഡയസോണിയം ഗ്രൂപ്പ് കംപ്ലീറ്റ് ആയിട്ട് അവിടെ നിന്ന് പോവുകയും അവിടെ ഹൈഡ്രജൻ വരികയും ചെയ്യും. സോ നമ്മൾ ഉദ്ദേശിക്കുന്ന കോമ്പൗണ്ട് ഇവിടെ കിട്ടിയോ? കിട്ടി. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റും ഇവിടെ ട്രൂ ആണ്. രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ട്രൂ ആണ്. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആർ ട്രൂ. രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ശരിയാണെങ്കിൽ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഏത് വരും? 3 ഈസ് ദ റൈറ്റ് ആൻസർ. 3 ആയിരിക്കും ഈ ചോദ്യത്തിലെ ശരിയായിട്ടുള്ള ഉത്തരവെന്ന് പറയുന്നത്. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് 1 and 2 ആർ ട്രൂ.